കവിതാരാമത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കവിത എന്നാൽ എന്താണെന്ന് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം. കവിതയെപ്പറ്റി അറിയണവർക്കും അറിയാത്തവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, കവിത എന്നാൽ ഒരു സാഗരം പോലെയാണ്. ഒരിക്കൽ ഒരു പോളിഷ് കവയത്രിയോട്, വിസ്ലാവോ ഷിംബോസ്കിയോട് കവിത എന്നാൽ എന്താണ് എന്നൊരാൾ ചോദിക്കുകയുണ്ടായി. അവർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: എനിക്ക് ഓക്സിജൻ സിലിണ്ടർ പോലെയാണ് കവിത എന്നാൽ. കവിതയില്ലെങ്കിൽ ഞാനില്ല. കവിതയിലൂടെ നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് വിവരിക്കാം. നഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും കിനാവ് കാണാം. എന്തെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ അതെല്ലാം കൂടി പറയാൻ പറ്റുന്ന ഒരു അമൂല്യ സമ്പത്താണ് കവിതയെന്ന് പറയുന്നത്. മനുഷ്യാനുഭവങ്ങളെ ആവിഷ്കരിക്കാൻ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് കവിതയെന്ന്. ഇപ്പോൾ കവിതയെക്കുറിച്ച് പറയുമ്പോൾ പ്രശസ്തനായ ചിലി കവിയായ പാബ്ലോ നെരൂദയെക്കുറിച്ച് പറയാതെ വയ്യ. അദ്ദേഹം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കവിതകളാണ് എഴുതുന്നത്. എങ്കിലും രാഷ്ട്രീയ കവിതകളിൽ അതൊരു മാർദ്ദവത്വമുണ്ട്. അദ്ദേഹം ഒരു കാൽപ്പനിക പ്രണയത്തിൻ്റെ, നൈർമല്യത്തിൻ്റെ മാസ്മരികത കൊണ്ടുവന്ന ഒരു മനോഹരമായ ഒരു കവിയാണ് പാബ്ലോ നെരൂദ. പക്ഷേ കവിതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം കൊടുത്ത ഒരു കവിയായിട്ട് കാണുന്നത് വില്യം വേർഡ്സ്വർത്താണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് കവിതയെക്കുറിച്ച്: വികാരങ്ങളുടെ കുത്തൊഴുക്കാണ് കവിത. പ്രശാന്തതയിൽ അത് വീണ്ടും സ്മരിക്കുമ്പോഴാണ് കാവ്യമാകുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കോട്ടിങ്സാണ് കവിതയെക്കുറിച്ച്. അധാർമികതയോടുള്ള, അനാചാരത്തിനെതിരെയുള്ള, സമൂഹത്തിനെതിരെയുള്ള പ്രതിരോധം തന്നെയാണ് പല കവികളും കവിതയായിട്ട് ജനിക്കുന്നത്. മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞവരുടെ ഒളിപ്പോരാട്ടം പോലെ നിരന്തരം അണികളെ വീരുള്ളവരാക്കുന്ന പടത്തലവനെ പോലെ കവിത സമൂഹത്തോട് നിരന്തരം സമരം ചെയ്യാറുണ്ട്. യുദ്ധക്കെടുതികളുടെയും സാമൂഹ്യ അനിശ്ചിതത്വങ്ങളുടെയും നേർസാക്ഷ്യങ്ങളായും പ്രതിരോധ പാഠങ്ങളായും കവിത മാറാറുണ്ട്. മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ടാണ് ഇടപെട്ടത്. പക്ഷേ രവീന്ദ്രനാഥ് ടാഗോർ തൻ്റെ കവിതകളിലൂടെയാണ് സ്വാതന്ത്ര്യ സമരത്തെ വീര്യം കൊള്ളിച്ചത്. പ്രണയാക്ഷരത്തിൻ്റെ ദിവ്യമന്ത്രങ്ങൾ കൊണ്ട് ഹർഷോന്മാദം സൃഷ്ടിക്കുവാൻ കവിതയ്ക്ക് സാധിക്കാറുണ്ട്. പലപ്പോഴും പ്രണയത്തിൻ്റെ ഉത്തുംഗത, പാരമ്യത്തിലേക്കാണ് കവിത ക്ഷണിക്കുന്നത്. പല കവികളും പ്രണയത്തെക്കുറിച്ച് എഴുതാറില്ല. അതുപോലെ പല വിശ്വസാഹിത്യത്തിലും കവിത അതിമനോഹരമാണ്. കവിതയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഒരു കടലിന്, ഒരു സാഗരത്തിൻ്റെ ആഴം അളക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? അതിൽ എത്ര ജലാംശം ഉണ്ടെന്ന് പറയാൻ കഴിയും? അതുപോലെയാണ് കവിത എന്ന് പറയുന്നത്. കവിത ഒരു സാഗരം പോലെ അലയടിച്ച് എന്നും മനുഷ്യ മനസ്സുകളെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യാനുഭൂതിയാണ്. അമ്മ എന്ന എൻ്റെ കവിതയെക്കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അമ്മ എന്ന വാക്കിനെ കുറിച്ച് ആർക്കും പറയേണ്ട കാര്യമില്ല. അമ്മ എന്ന വാക്കിനെക്കുറിച്ച് പകരം വയ്ക്കുവാൻ ഈ ലോകത്ത് ഒന്നുമില്ല. ഒരു കുട്ടിയോട് ക്ലാസ് ടീച്ചർ പറഞ്ഞു, തൻ്റെ അമ്മയെക്കുറിച്ച് ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുകയുണ്ടായി, അമ്മയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ആ കുട്ടി പേപ്പറിൽ ഒന്നും എഴുതിയില്ല, എന്നിട്ട് ഒരു സെൻറ്റൻസ് എഴുതി. അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ അത്ഭുതത്തോട് നോക്കിയിരുന്നു. ഈ കുട്ടിക്ക് മാത്രം എന്താണ് ഇത്രയും മാർക്ക് കൊടുത്തത്? ഒന്നും എഴുതാത്ത, 1-2 സെൻറ്റൻസ് എഴുതിയിട്ട് ആ കുട്ടിക്ക് മാർക്ക് കൊടുത്ത്. അപ്പം അധ്യാപികയോട് ആ കുട്ടികൾ ചെന്ന് അവരുടെ പരിഭവം പങ്കുവെക്കുകയുണ്ടായി. തൻ്റെ അധ്യാപികയോട് ഇങ്ങനെയാണ് ആ കുട്ടി പറഞ്ഞത്: എനിക്ക് ഒരു സ്വരാക്ഷരങ്ങളിലും ഒരു ക്യാപിറ്റൽ ലെറ്ററും ഈ ലോകത്തുള്ള ഏത് അക്ഷരങ്ങളെടുത്താലും എനിക്ക് അമ്മയെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല. അക്ഷരങ്ങളെ എനിക്ക് മതിയാവുകയില്ല. അത്രയ്ക്കും മാധുര്യമുള്ളതാണ്, അത്രയ്ക്കും മധുരമുള്ളതാണ്, അത്രയും നൈർമല്യമാണ്, അത്രയും നന്മയുടെ പ്രതീകമാണ് നമ്മുടെ അമ്മമാർ. ഇന്ന് ഈ ലോകത്തിൽ അമ്മ എന്ന് പറയുന്നത് അത്രയും മനോഹരമായ പ്രസക്തിയുണ്ടാ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം അമ്മ എന്ന വാക്കിൻ്റെ
പ്രസക്തി എത്രമാത്രം അന്യം നിന്ന് പോകുന്നുവെന്ന് ഓരോ മലയാളികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കൂട്ടിച്ചേർക്കലുകൾക്ക് വിധേയമാകാത്ത താരാട്ടിൻ്റെ ഈണമാണ് അമ്മ. നമുക്ക് എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ തുടിപ്പാണ് അമ്മ. അമ്മയുടെ കൈകളിലായിരിക്കുമ്പോഴാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നമ്മൾ അനുഭവിക്കുന്നത്. അമ്മയില്ലേ? പല മതങ്ങളും, ഏത് മതങ്ങൾ എടുത്താലും, ക്രിസ്തു മതം എടുത്താലും, ഇസ്ലാം മതം എടുത്താലും, ഹിന്ദു മതം എടുത്താലും, അമ്മ എന്ന സങ്കല്പത്തിന് ഒരു വാക്യമേ ഉള്ളൂ. അമ്മ അത്രയധികം ഉത്തുംഗതയിൽ, പാരമ്യത്തിൻ്റെ അതികോണിലാണ്. എല്ലാ മതസ്ഥരും ഒരേപോലെ പറയുന്ന കാര്യമാണ്. ഇന്ന് അമ്മ എന്ന് പറയുന്നത് വൃദ്ധസദനത്തിലെ ഒരു ഇതളറ്റ പൂവ് മാത്രമാണ്. അമ്മ എന്ന രണ്ടക്ഷരത്തിനെക്കുറിച്ച് എന്തെങ്കിലും നിർവചനമുണ്ടോ? ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത അനശ്വര സങ്കല്പമാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മമാർ. ഓർക്കുമ്പോൾ തെളിയുന്ന ഒരു പ്രകാശമാണ് ഓരോ അമ്മമാരും. അമ്മയുടെ വില അറിയുന്ന മക്കൾ ഒരിക്കലും തൻ്റെ അമ്മയെ എപ്പോഴും നെഞ്ചോട് ചേർക്കുന്നു. ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉള്ളവരാണെങ്കിൽ കൂടിയും അമ്മ എന്ന വാക്ക് നമുക്കൊരിക്കലും അമ്മിഞ്ഞപ്പാലിൻ മധുരം അറിയാത്ത മക്കളായി വളരരുത്. എപ്പോഴും അമ്മയോട് സ്നേഹവും നന്മയും ഉള്ള മക്കളായി നമ്മളെല്ലാവരും വളരണം, എല്ലാവരും. എൻ്റെ അമ്മ എന്ന എൻ്റെ കവിത ഒരു അമ്മമാർ അനുഭവിക്കുന്ന, ഈ കാലഘട്ടത്തിൽ അമ്മമാർ അനുഭവിക്കുന്ന ഒരു നഷ്ടത്തെക്കുറിച്ച്, തൻ്റെ പേരമക്കിടാങ്ങളോടും പേരമക്കളോടും തൻ്റെ മക്കളോടും സന്തോഷവതിയായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരമ്മ, പക്ഷേ അവരുടെ സ്നേഹവും ലാളനയൊന്നും വേണ്ടെന്ന് കൊതിച്ച് അവർക്ക് പണവും സമ്പാദ്യവും മാത്രം അവർക്ക് മതി എന്ന് തീരുമാനിച്ച് തൻ്റെ അമ്മയെ വൃദ്ധസദനത്തിലാക്കാൻ പോകുന്ന ഒരാശയമാണ് എൻ്റെ അമ്മ എന്ന കവിതയിലൂടെ കാണാൻ കഴിയുന്നത്. അമ്മ കീഴ്പാദത്തിൻ സ്വർഗം വഹിക്കും ഭൂമിതൻ സ്പർശം, മധുരിത മോഹവുമായി നടന്നകലുന്ന സ്വപ്ന സുഹൃതമേ, ഒരു രാഗസുധ പോൽ ഊഷ്മള സ്നേഹത്തിൻ മധുസ്പർശം, വാടാ മലർ പോലൊരു ഹൃത്തടം നൽകിയ നിനക്ക് ഇന്നിതാ നവകേരളത്തിൻ ക്രൂരമർദ്ദനം, ഉറക്കെ കരയുമ്പോൾ ഉറക്കമൊഴിച്ചു താരാട്ടുപാടുന്ന സ്നേഹദീപമേ, ഇന്നിതാ വൃദ്ധസദനത്തിലെ ഇതളറ്റ പൂവ്, പേരക്കിടാങ്ങളെ ലാളിക്കുവാൻ വെമ്പുന്ന നിൻകരസ്പർശം, ഇന്നിതാ മരുമകൾ തൻ ശാപത്തിൻ നീർക്കടലുകൾ, ONVയുടെ കവിത മനസ്സിൽ തികട്ടുന്നു ഉണ്ണി മറക്കായിക, പക്ഷേ ഒരമ്മതൻ നെഞ്ചിൽ നിന്നുണ്ട മധു ഒരിക്കലും കഷ്ടമിനി എത്ര പൊട്ടിക്കരഞ്ഞാലും കിട്ടില്ല ഒരമ്മതൻ സ്നേഹം, നീ സന്ധ്യാദീപമായി പൊൻവെളിച്ചമായി എന്നരികിലണയൂ ശാശ്വത പുഷ്പമേ. നന്ദി. അനാഥ ബാല്യങ്ങൾ. അനാഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയല്ല ഈ അനാഥ എന്ന വാക്ക് നമ്മളെല്ലാവരും അറിയുന്നതും കേൾക്കുന്നതും. നിറങ്ങളില്ലാത്ത ലോകം, ബാല്യം എന്താണ്, നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ലോകമാണ് അനാഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ ജീവിതം അത് നഷ്ടമാണ് എന്നോർത്ത് സദാ വിലപിച്ചിടുന്നു. അവരൊക്കെ ഓർക്കാൻ ഒരു ചിത്രപതംഗം പോലും ഇല്ലാതെ തൻ്റെ ഓർമ്മയിൽ വയ്ക്കാൻ ഒരു മനോഹരമായ കാഴ്ച പോലും ഇല്ലാത്ത ഒരു ലോകത്തിലൂടെയാണ് ഓരോ അനാഥ ബാല്യങ്ങളും കടന്നു പോകുന്നത്. അവർക്ക് ഇരുളിൻ്റെ ലോകം നീട്ടിക്കൊടുക്കുന്നു. തെമ്മാടിയെന്നും തലതെറിച്ച ആളുകളെന്നും അവരും നമ്മളെ എല്ലാ മക്കളെയും പോലെ ഒരു നല്ലൊരു മനോഹര ജീവിതത്തിന് വേണ്ടി ആശിച്ചു കൊള്ളുന്നു. തൻ്റെ അമ്മ ഏത്, പൊക്കിൾക്കൊടി ബന്ധമേത്, എങ്ങനെ നമ്മളിവിടെ എത്തി എന്നൊന്നും അറിയാത്ത ജീവിക്കുന്ന തൻ്റെ അമ്മ, അച്ഛൻ, കുടുംബം
ഇതൊന്നുമില്ലാത്ത ഒരു കാലം ആർക്കെങ്കിലും ഓർക്കുവാൻ കഴിയുമോ? വർണ്ണനകൾക്ക് അതീതമാണ് ഓരോ അനാഥ ജീവിതങ്ങളുടെയും. അനാഥയാകാറുണ്ട് യുദ്ധങ്ങളിലൂടെയും പല പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും മറ്റും അനാഥത്വം പേറുന്നവരുണ്ട്. പക്ഷേ മനഃപൂർവ്വം അനാഥയായി മാറുന്നവർ ഈ ലോകത്ത് എത്രയോ പേരുണ്ട്. എൻ്റെ തൂലിക അനാഥ മക്കൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ശോകാർത്ഥം അല്ലെങ്കിൽ ദുഃഖത്തിലാഴ്ത്തുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് വൃദ്ധരെക്കുറിച്ചുള്ളതും ഒന്ന് അനാഥ കുഞ്ഞുങ്ങളാൽ. എന്നും എൻ്റെ നോവുന്ന ഹൃദയസ്പന്ദന താളമാണ് അനാഥകൾ എന്ന് പറയുന്നത്. അവർ ജന്മം കൊണ്ട് ജനിക്കുമ്പോൾ അനാഥയാകുന്നില്ല. അവർക്ക് സമൂഹത്തിലൂടെ ഇറങ്ങിച്ചെന്ന് അവർക്ക് പല പല കാര്യങ്ങളിലൂടെ സമൂഹം ചാർത്തി കൊടുക്കുന്ന പേരാണ്. അവരറിഞ്ഞുകൊണ്ടും തെറ്റിലോട്ട് വീഴുന്നില്ല. അങ്ങനെയുള്ളൊരു പ്രമേയത്തിലൂടെയാണ് അനാഥ ബാല്യങ്ങൾ എൻ്റെ ഒരു കവിത. അനാഥ ബാല്യങ്ങൾ. ആർദ്രമാമനതാരിൽ തളിർത്തോരെന്നൊമ്പരങ്ങൾ, എത്ര ശോകാർദ്ര നിമിഷങ്ങൾ മനസാം വീജിയിൽ തുളുമ്പുമെൻ ഹൃദയം. അനാഥ ബാല്യങ്ങൾ തൻ നനവാർന്നൊരീ നാദം. ബാല്യമൊരു സുലഭകാലമെന്നറിയാത്ത പിഞ്ചിളം കുരുന്നുകൾ, കുഞ്ഞിളം കരങ്ങൾ നീട്ടിടും പരിഹാസവാക്കിനാൽ മുറിവേറ്റ പ്രാണനായി നിൽക്കുമീ മിഴികൾ. ആരറിയുന്നു നിന്നുടെ അഴലിൻ ഭാരം? നഷ്ടബാല്യം മർത്യന്തൻ ക്രൂരതയോ? അമ്മിഞ്ഞ പാലിൻ മധുരം നുകരാതെ, ശലഭം പോൽ പാറി നടക്കാതെ, അലയുന്ന നിന്നുടെ നഷ്ടമാം സ്നേഹമോർത്തു വിലപിച്ചിടുന്നു. എന്നുമെൻ നോവുന്ന ഹൃദയസ്പന്ദന താളമെൻ അനാഥ ബാല്യങ്ങൾ. നോവായി പേറുന്ന നിന്നുടെയുള്ളം ചുഴലിയായി ഭവിച്ചിടും ധരണിയിൽ. താരാട്ടിൻ ഈണമറിയാത്ത കുഞ്ഞിളം ചുണ്ടിന്മേൽ കപടതയാർന്ന ഇരുളിൻ ലോകം നീട്ടുന്നു തെമ്മാടി എന്ന പേർ. നേരുന്നു പ്രാർത്ഥനയോടെ കുഞ്ഞേ നല്ലൊരു നാളേക്കു വേണ്ടി. നന്ദി. കവിതയുടെ പേര് സൗഹൃദം. സൗഹൃദം എന്ന കവിതയ്ക്ക് ഒരു അർത്ഥം കൊടുക്കുകയാണെങ്കിൽ, സൗഹൃദത്തിൻ്റെ ചില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂത്തതെന്ന് എല്ലാവരും പറയാറുണ്ട്. നല്ല സൗഹൃദങ്ങൾ എപ്പോഴും വാടാത്ത പൂവ് പോലെയാണ്, ആരും പറയാത്ത ഒരു കഥ പോലെയാണ്. എന്നും തണലും കുളിരും വളവും വേരിൽ നിന്നേ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. 1000 നക്ഷത്രങ്ങൾ വാനിലുണ്ടെങ്കിലും എന്നും രാത്രിയുടെ സതീർത്ഥ്യർ എന്ന് പറയുന്നത് നിലാവ് തന്നെയാണ്. ഭൂമിയിൽ എത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിലും നറുശോഭയേറുന്നത് നല്ല സൗഹൃദത്തിനാണ്. എൻ്റെ ഈ കവിതയിലൂടെ എൻ്റെ കൂട്ടുകാരെക്കുറിച്ചാണ് ഓർക്കുന്നത്. എൻ്റെ ബാല്യകാലം നല്ലൊരു സുലഭകാലമാണ്, നന്മ നിറഞ്ഞ ബാല്യകാലമാണ്. എൻ്റെ കൂട്ടുകാരെ എപ്പോഴും എനിക്ക് തേങ്ങുന്നൊരു ഓർമ്മയോടല്ലാതെ എനിക്ക് ഓർക്കുവാൻ കഴിയില്ല. എൻ്റെ അധ്യാപകരെക്കുറിച്ചും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അധ്യാപികയെന്നാണ്. അധ്യാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവാമൃതമാണ്. അതുപോലെ എൻ്റെ അധ്യാപികയായാലും എൻ്റെ കൂട്ടുകാരായാലും എനിക്ക് തേങ്ങുന്നൊരു ഓർമ്മയോടല്ലാതെ എപ്പോഴും കണ്ണുനീർ പൊഴിക്കാതെ, ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്താതെ എനിക്ക് അവരെക്കുറിച്ച് ഓർക്കുവാൻ കഴിയില്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല സൗഹൃദങ്ങളൊന്നും, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത്രയും മനോഹാരിത എത്ര പറഞ്ഞാലും. കുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതുപോലെ സൗഹൃദത്തിന് നിർവചനമില്ല, അതിന് അതീതമാണ് സൗഹൃദം, വർണ്ണനകൾക്ക് അതീതമാണ്. എത്ര പറഞ്ഞാലും മനോഹരമായ, വർണ്ണിക്കാൻ പറ്റാത്തൊരു മാസ്മരികതയാണ്. അത്രയും ഒരു അനശ്വര സങ്കല്പമാണ് സൗഹൃദം. സ്നേഹ
സ്നേഹാർദ്രമാമനതാരിൽ തളിർക്കുമെൻ ഒളിമങ്ങാത്തൊരോർമ്മയായി എന്നുമെൻ സതീർത്യർ. മണിവർണ്ണമാം സൗഹൃദ പൂക്കളച്ചെപ്പിനുള്ളിൽ ഓർമ്മകൾ മുത്തുപോലെ ഞാൻ ഓടിയെത്തുമെൻ ഓർമ്മകൾ മിഴികളൊരു മാത്ര സജലങ്ങളായി. പുസ്തകത്താളിനുള്ളിലെ മൈപ്പീലി പോലെ ഞാനേറെ ഇഷ്ടപ്പെടുന്നൊരെൻ തോഴരെ. സ്നേഹാമൃതത്തിൻ കവിത പോലെ മായാത്ത മുത്തുകളാം തേങ്ങലോടെ ഇന്നും ഞാൻ ഓർക്കുമെൻ കൂട്ടുകാരെ. കൗമാരലോകത്തിൻ ശലഭത്തിൻ സ്വപ്നങ്ങളായി എന്നെ പഠിപ്പിച്ചൊരൻ പുണ്യമാം കൂട്ടുകാർ. മനതാരിൽ ഞാനെന്നും ഓമനിക്കും മൂല്യം തൻ പ്രവാഹമെൻ ആത്മമിത്രം. ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിടുന്നൊരീ ഭൂമിയിൽ പാമര ബാസുരമാമെന്നുടെ കൂട്ടുകാർ. സൗഹൃദം തൻ മൂല്യം സൗഹൃദം തൻ ശക്തി നന്മതൻ സൗഹൃദം പുഷ്പം പോൽ ശ്രേഷ്ഠം. ഓടിയെത്തുമെൻ സൗഗന്ധിക തെന്നൽ പോലെ വേദനിക്കുന്നൊരെൻ്റെ ഹൃദയത്തെ സ്നേഹത്തിൻ ഗീതവുമായി എത്തിയോർ എന്നുടെ കൂട്ടുകാർ. സംവത്സരങ്ങൾ എത്ര പോൽ കൊഴിഞ്ഞിടുന്നൊരൻ വേളയിൽ എന്നും വിസ്മരിച്ചിടാത്തൊരോർമ്മയാം എന്നുടെ കൂട്ടുകാർ. തേങ്ങുന്നൊരോർമ്മയോടല്ലാതെനിക്കെന്നും ഓർക്കുവാൻ കഴിയില്ല എനിക്കെൻ്റെ കൂട്ടുകാരെ. നന്ദി. മഴ. മഴയ്ക്ക് വർണ്ണനകൾ എത്ര കൊടുത്താലും മഴയെപ്പോലെ നറുശോഭ ഏറുന്തോറും നമുക്ക് എത്ര വർണ്ണിച്ചാലും ആ മഴയെപ്പോലെ സുന്ദരമായി നമുക്കൊന്നും ഈ ലോകത്ത് തന്നെ ഇല്ലെന്ന് പറയാം. മഴയെക്കുറിച്ച് വർണ്ണിക്കാത്ത ഒരു കവിത, ഒരു എഴുത്തോ ഒരു കഥയോ വിശ്വസാഹിത്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. MD വാസുദേവൻ സാറിൻ്റെ കർക്കിടകം എന്നൊരു കഥ എത്ര വായിച്ചാലും നമുക്കൊരു മടുക്കാത്ത ഏറ്റവും നല്ലൊരു കഥയാണ്. അതിൻ്റെ പ്രമേയം തന്നെ എന്താണ്, അമ്മയെപ്പോലെ, മഴ ഒരു അമ്മയെപ്പോലെ എന്നാണ് പറയുന്നത്. അതുപോലെ നന്ദനാർ, അദ്ദേഹത്തിൻ്റെ കവിതകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കഥാകാരന്മാരാണ് ശ്രീ MD വാസുദേവൻ നായർ സാറും നന്ദനാർ എന്ന ഒരു നോവലിസ്റ്റും. ഈ 2 നന്ദനാർ എന്ന ഒരു എഴുത്തുകാർ അവസാനം മരണത്തിൽ തന്നെ ആ ഒരു ഈ എന്താണ് ഒരു മഴയുടെ താളം കേട്ടുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് കാലെടുത്ത് വെച്ചതെന്ന് പറയാറുണ്ട്. അതുപോലെ നീർമാതളത്തിൻ്റെ എഴുത്തുകാരിയായ കമലാ സുരയ്യ, മാധവിക്കുട്ടി, അവരുടെ എപ്പോഴും മഴ വിഷാദം നിറഞ്ഞതായിരുന്നു. അതുപോലെ നമ്മുടെ സുഗതകുമാരി ടീച്ചറിൻ്റെ രാത്രി മഴ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മഴ കവിതയാണ്. OV വിജയൻ സാറിൻ്റെ ത്രസാക്ക് എന്താണ് ഒരു വന്യ നിറഞ്ഞൊരു മഴയാണ് അതിൽ പ്രതിഫലിക്കുന്ന. കുട്ടനാടിൻ്റെ എഴുത്തുകാരനായ തകഴി ശിവശങ്കരപിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ ഇന്നും മലയാളികൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ ഒരു കഥയാണെന്ന് പറയാം. ഈ MD വാസുദേവൻ നായർ തൻ്റെ കർക്കിടകം വായിച്ചു തീരുമ്പോൾ നമുക്ക് എന്താണ് നനഞ്ഞ സ്നേഹം, ഒരു മഴയിൽ കുതിർന്നൊരു സ്നേഹം നമുക്കുണ്ടാവാറുണ്ട്. അത്രയ്ക്കും മഴ എന്താണ് മഴയെ പ്രണയിനികളോടും പ്രണയിക്കുന്നവരോടും മഴയെ എല്ലാവരും ഉപമിക്കാറുണ്ട്. നിലയ്ക്കാത്ത മഴ പോലെ ഒന്നും എന്താണ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മഴയും, ഒരു മഴയും ആർക്കെങ്കിലും എന്തെങ്കിലും ബാക്കി വെക്കാതെ ഒരു മഴയും പെയ്തു തോർന്നിട്ടില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഗബ്രിയൽ ഗാർസിയ മാർക്കേഴ്സിൻ്റെ കഥയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളിൽ മക്കോണ്ടയിൽ മഴ പെയ്യുന്നത് 4 വർഷവും 11 മാസവും 2 ദിവസവും. കാളിദാസൻ്റെ കൃതികളിലായാലും മേഘസന്ദേശത്തിൽ മേഘം എന്താണ് ദൂതുമായി വരുന്നത്, പ്രണയത്തിൻ്റെ ദൂതുമായിട്ട് വരുന്നത് മേഘമായിട്ടാണ് ഉപമിക്കുന്നത്. അത്രയും സർഗാത്മകതയുടെ വേരുകൾ താണ്ടിയിട്ടുള്ള കവികളായാലും കവയത്രികളായാലും എഴുത്തുകാരായാലും മഴ പ്രമേയമാകാത്ത ഒരു കഥയും നമ്മളെ മലയാള സാഹിത്യത്തിലില്ല. സർഗാത്മകതയുടെ വേരുകൾ പടർന്നവർക്ക് മഴ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അത്രയ്ക്കും മഴയുമായിട്ടുള്ള അഭേദ്യ ബന്ധമാണ്.
മഴ, മധുര സ്വപ്നങ്ങളാം കുളിരേകുന്നൊരോർമ്മയാം മഴ. ആരും മറക്കുവാനിടയില്ലാത്തൊരൻ ബാല്യത്തിൻ പ്രതീകമാം മഴ. കവികൾ തൻ അക്ഷരച്ചെപ്പിനാൽ വിരിയിച്ചൊരൻ കവിതയാം മഴ. അകതാരിലെന്നും തെന്നലായി വരുന്നൊരൻ പ്രണയമാം മഴ. അതിതീക്ഷ്ണമാം നിന്നുടെ രൗദ്രഭാവങ്ങൾ എന്നുടെ മിഴികൾ ഒരുമാത്ര സജലങ്ങളായി മഴത്തുള്ളിയായി തുള്ളിക്കളിക്കുമെന്നോർമ്മയിൽ അറിയില്ലെനിക്കെന്നും നീയൻ നോവായിത്തീരുമെന്ന്. ഒഴുകിത്തുടങ്ങുന്ന പുഴയുടെ വഴികാട്ടിയാം മഴ. അനശ്വര സങ്കല്പ സാക്ഷിയാം മഴ. എന്നുമെൻ മനതാരിൽ പ്രണയത്തിൻ മലരായി മാറിയിടുന്നൊരനർഘ നിമിഷം സ്വകാര്യമായി ചോദിക്കുവാനുണ്ടേറെ. അഞ്ചിതരാഗമേ, ആരാണ് നിന്നുടെ പ്രണയത്തിൻ മൂർത്തിമദ്ഭാവം? നന്ദി. കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം.